ജെറോട്ട നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. കമ്പയർ ചെയ്യാൻ പറ്റില്ല, രണ്ട് സൂപ്പറാ. നല്ലായിരുന്നു. ഫൈറ്റ് സീക്വൻസും നമുക്ക് പറയാൻ പറ്റില്ല, മീൻസ് കണ്ടിരുന്ന് നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള പടം. അതൊന്നൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. പടം എന്തായാലും നല്ല കൊള്ളാം, അടിപൊളിയാണ്. ക്വാളിറ്റി ഇത് ഇനി അടുത്തതിന് വേണ്ടി വെയിറ്റിംഗ്. ജയറാമിൻ്റെ ഒരു തിരിച്ചു വരാൻ കുറേ കാലത്തിന് ശേഷമുള്ള അടിപൊളി, കുഴപ്പമില്ല. ജയറാമിൻ്റെ ഒരു തിരിച്ചു വരും. ജയറാമേട്ടൻ്റെ കുറേ കാലമായില്ലേ, നമ്മൾ ആദ്യ ഭാഗം കണ്ടപ്പോൾ കിട്ടിയ എഫക്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ച് ബെറ്റർ ആയി തോന്നുന്നു. എങ്ങനെയുണ്ട് ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ്? നല്ലുണ്ട്, അടിപൊളിയാ, കുഴപ്പമില്ല. പടം അടിപൊളി, നല്ല അടിപൊളിയായിട്ടുണ്ട്. അല്ല ഭംഗിയായിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അതെ, പടം തുടങ്ങുന്ന പോലെ അവസാനം വരെ ത്രില്ലറാണ്, നല്ലപോലെ കണ്ടിരിക്കാം, സമയം പോകുന്ന അറിയത്തേ ഇല്ല. എല്ലാം അടിപൊളി. അതെ, പുള്ളിക്ക് ഒരിടത്ത് സാത്വിക ഭാഗം തുടക്കത്തിലുണ്ട്, പിന്നെ സംഹാര ഭാഗം അത് പരാജയപ്പെടുന്നുമുണ്ട്. വേറൊരു ലോകത്തിൽ അറിയില്ലേ, നമ്മളൊരു പടത്തിൽ മുഴുകിയിരുന്നു പോകാന്ന് പറഞ്ഞിട്ടില്ലേ. ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ മുഴുകിയിരുന്നിട്ടില്ല. അത്രക്കും കിടിലൻ പെർഫോമൻസും മേക്കിങ്ങും. ഇൻ്റർവെല്ലിന് ശേഷം പടം നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. നമ്മളവിടെ കോരിത്തെരിച്ച് ഇരുന്നു പോവാണ് പടം കാണുന്നത്. നമ്മൾ വേറെ ഏതോ ലോകത്താണ്. ആ പടത്തിൽ നമ്മളും കൂടെ മുഴുകിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, കിടിലൻ മൂവി. അതിൻ്റെ മേക്കിങ്ങും ഋഷഭ് ഷെട്ടീൻ്റെ ആ പെർഫോമൻസൊക്കെ എടുത്ത് പറയണം. ആ പുള്ളി വേറെ ലെവലാണ്. ആ ദേശീയ അവാർഡ് കൊടുത്തതിലൊക്കെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ടല്ല, അതിനാണ് കൊടുത്തത്, അല്ലാതെ വേറൊരു ഇതിനുമല്ല. അത്രയും കിടിലൻ പെർഫോമൻസാണ്, എടുത്ത് പറയേണ്ട പെർഫോമൻസും മേക്കിങ്ങും എല്ലാം കൊണ്ടും 1000 കോടിക്ക് മുകളിലാണ്, ഒന്നും നോക്കാനില്ല. ജയറാമിൻ്റെ റോള് കുഴപ്പമില്ല, ഒരു വലിയ റോളെന്നല്ല, വലിയൊരു പടത്തിലൊരു പ്രധാന കഥാപാത്രം തന്നെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ എടുത്തു പറയേണ്ടതാണ്, നന്നായിട്ടുണ്ട്. അതേപോലെ ഇതിലെ നായിക നല്ല പെർഫോമൻസാണ്. ഋഷഭ് ഷെട്ടിയുടെ മുമ്പിൽ ഇവരെല്ലാം നിഷ്പ്രഭമായി പോകും, അത്രക്കും പെർഫോമൻസാണ്. പുള്ളി ഒരൊറ്റ ഒരാളെ പെർഫോമൻസാണ് പടം. ഹീറോ വോയിസ് ആണ്, നമ്മുടെ മൂവിയാണ്. നമ്മൾ 2-2.5 മാസം എടുത്തിട്ട് ഡബ് ചെയ്ത മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട് എന്തായാലും തിയേറ്ററിൽ വന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിലേക്ക് അഭിപ്രായം കണ്ടോ? പടം കണ്ടോ? നമ്മളാണ് മലയാളം ഡബിങ് ചെയ്തിരിക്കുന്നത്. ഞാൻ മീൻസ് നിർമ്മൽ ആൻഡ് അശ്വിൻ, ഇവരാണ് മലയാളം ഡബിങ് ഡയറക്ടേഴ്സ്. ഞാനാണ് ഋഷഭ് സാറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. പേര് സുരാജ് എന്നാണ്, റെഡ് എഫ്എമ്മിലെ ആർജയാണ്. അപ്പോൾ ഈ സിനിമ ഒന്നും മൊത്തത്തിൽ കാണാതെയാണ് ശബ്ദം കൊടുത്തത്. ഇവിടെ വന്ന് ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് അറിഞ്ഞത്. ഒരുപാട് സന്തോഷമായി, ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഇഷ്ടമായോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പല ഇൻ്റർവ്യൂസും ഞങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു വിഷ്വല് നിങ്ങൾ ഞെട്ടിക്കും എന്നുള്ളതാണ്. അത്രമാത്രം ഗംഭീരമാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഡബ്ബിങ്ങിൻ്റെ സമയത്ത് പോലും നമ്മളെ കാണിച്ചിരുന്നില്ല. പക്ഷേ എന്താ പറയുക, വിഷ്വല്, മ്യൂസിക്, ഏത് പോർഷൻ എടുത്തു കഴിഞ്ഞാലും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒരു 1.5 സിനിമ, അതായത് ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഇത്രമാത്രം ഒരു ഹിറ്റ് അടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ എല്ലാവരും ജെനുവിൻ അഭിപ്രായം പറയുക, ജെനുവിൻ റിവ്യൂ ഇടുക. പടം 100 ദിവസം ഓടട്ടെ. പറയാൻ നമ്മളിത് ഭോഗേന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡബ് ചെയ്ത ആളാണ്. മലയാളം ഡബിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അല്ല, ഞാനും ഈ സിനിമ ഫസ്റ്റ് കണ്ടിട്ട് ഞെട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ആരാധന വന്നൊരു എന്ന് പറയുന്ന സിനിമയാണത്. സെക്കൻഡ് ഹാഫിൽ ഡബ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡബ് ചെയ്യാൻ പോകണമെന്ന്. അതിൽ ഭോഗേന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷേ സിനിമ ആയിട്ട് ഞെട്ടിപ്പോയി. നമ്മൾ ഡബ് ചെയ്യുമ്പോൾ കാട്ട സിനിമയും കൂടി അല്ല ഇതിപ്പോൾ, ഞെട്ടിച്ചളഞ്ഞു, ഒന്നും പറയാനില്ല. ഇതിൻ്റെ മലയാളം ഡബിങ് എൻ്റെ കൂടെ ഇതിന് ഹെൽപ്പ് ചെയ്ത അശ്വിൻ ചേട്ടനാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്കുള്ള പ്രചോദനം. അപ്പോൾ അത് നല്ല ഫീഡ്ബാക്ക് തരിക, നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. വളരെ സന്തോഷം. എല്ലാവരും കൂടെ വന്ന് കാണാൻ സാധിച്ചാൽ എല്ലാവരുടെയും ഓരോ പെർഫോമൻസിനും നിങ്ങളുടെ കയ്യടി തന്നെയായിരുന്നു കിട്ടിയ ഒരു എനർജി. ശരിക്കും ചാർജ് ആയല്ലേ? നല്ല പടമായിരുന്നു. നല്ലതായിരുന്നു. നമ്മൾ ഫസ്റ്റ് കാന്താര കണ്ട പോലെ തന്നെ നമുക്ക് പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ജയറാം വേറെ ഒരു മാറ്റം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ജയറാമിനെ. എല്ലാവരും ജയറാം നല്ലതായിരുന്നു. നല്ല നമ്മൾ ഉദ്ദേശിക്കണ ലെവലിൽ നിന്ന് മാറി. നല്ലതാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടു. നല്ലത് സെക്കൻഡ് പാർട്ട് തന്നെ. എന്നാലും കുഴപ്പമൊന്നുമില്ല.